സ്പർശം, രസം, ഗന്ധം, രൂപം, ശ്രവണം എന്ന് പറയുന്ന 5 ഇന്ദ്രിയ വിശേഷങ്ങളിലൂടെ നമ്മൾ ആർജിക്കുന്ന അറിവുകളെ നമ്മൾ ശരിക്കും ആസ്വദിക്കുന്നില്ല. സ്പർശം ആസ്വദിക്കുന്നില്ല. രസം, നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് നമ്മൾ ആസ്വദിക്കുന്നില്ല. നമ്മളൊരു സ്പർശം നമ്മൾ ആഗ്രഹിക്കുന്നില്ല. സ്പർശത്തിന് തന്നെ അതിന് അൺലിമിറ്റഡ് ആയിട്ടുള്ള തലങ്ങളുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നേ ഇല്ല. അതുപോലെ തന്നെ നമ്മൾ പറന്നു പോകുന്ന ഒരു പക്ഷി, അതിനെ നമ്മളൊന്ന് സ്പർശിക്കാനായിട്ട് ആഗ്രഹിക്കും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സുഖമുണ്ട്. നമ്മൾ ആസ്വദിക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. അതിനൊന്ന് തൊട്ടിരുന്നെങ്കിൽ എന്ന് വിചാരിക്കുന്നത്. തൊട്ടിട്ടത് പറന്നു പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഫീല് ഇന്ന് ആരെങ്കിലും ആസ്വദിക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. ഒരു മയിൽപ്പീലി നമുക്ക് കിടന്ന് കിട്ടി. ആ മയിൽപ്പീലിയിൽ നമുക്ക് തൊടുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ആനന്ദം നമുക്കിന്ന് അത് ഫീൽ ചെയ്യാൻ കഴിയുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പുതിയ പുസ്തകം, അതിൽ തൊടുമ്പോൾ ഉള്ളൊരു സുഖം, ചില ഇലകൾ, ചില പൂക്കളിൽ നമുക്കൊന്ന് തൊട്ടാൽ മതി എന്ന് വിചാരിക്കും. ഇങ്ങനെ നമ്മൾ ഈ പ്രപഞ്ചത്തിലെ സർവ്വത്തിലും, കല്ലിൽ, കരിങ്കല്ലിൽ, എല്ലാത്തിലും തൊട്ട് നമസ്കരിക്കാൻ തോന്നുന്നത്, ചെടികളിൽ, അങ്ങനെ സ്പർശ സുഖം, രസം. നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് സ്വാദറിയാതെ മക്കൾ. സ്വാദിനും അപ്പുറത്താണ് സാത്വികം എന്ന് പറയുന്നത്. നമ്മളെ നാവ് മാത്രമാണ് ആ സ്വാദിനെ അറിയുന്നത്, രസത്തെ അറിയുന്നത്. അപ്പം നമ്മൾ ആ സ്വാദിനെ ആസ്വദിക്കുന്നില്ല ശരിക്കും. അതും അറിയണം. ഗന്ധത്തെ നമ്മൾ ആസ്വദിക്കുന്നില്ല. ആസ്വദിക്കാൻ പറ്റണം. നമ്മളുടെ വീട് നല്ല ഗന്ധഗുണമുള്ളതായിരിക്കണം. നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു ഗന്ധഗുണം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഗന്ധരാജൻ എന്ന് പറയുന്ന വൃക്ഷം ഉൾപ്പെടെ ഗന്ധലോകം, അതാണ് യക്ഷന്മാരെന്ന് പറയുന്നത്. ആ യക്ഷവംശത്തിൽപ്പെട്ട വൃക്ഷലോകത്തെ പരിപാലനം ചെയ്തുകൊണ്ട് ഒരു ദേശത്തെ ഗന്ധഗുണത്തിലേക്ക് എത്തിച്ച്, വാസനാഗുണത്തിലേക്ക് എത്തിച്ച്, അവിടെ ജീവിക്കുന്ന മുഴുവൻ മനുഷ്യർക്കും നല്ല വാസനകളെ സൃഷ്ടിക്കാം. എന്ന് വെച്ചെന്നാൽ അവർക്ക് ആത്മസമ്പാദ്യമായിട്ടുള്ള കിട്ടിയ വാസനകളെ പുറത്തു വരാൻ ശേഷിയുള്ള ആ അന്തരീക്ഷത്തിലേക്ക് നമ്മൾ പ്രപഞ്ചത്തെ, ഈ പ്രകൃതിയെ ചിട്ടപ്പെടുത്തണം. അത് ശ്രീധർമ്മശാസ്ത്രത്തിലായിട്ട് ചിട്ടപ്പെടുത്തുന്നത്. ഈ നമ്മളുടെ തൊടികളെ ചിട്ടപ്പെടുത്തുന്നില്ലേ, നിത്യവും ഗന്ധഗുണം ഏകുവാൻ പാകത്തിന് നമ്മൾ തൊടികളെ ചിട്ടപ്പെടുത്തുമ്പോൾ നമുക്ക് വളരെ പോസിറ്റീവായിട്ടുള്ളൊരവസ്ഥ ഉണ്ടാവും. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ചന്ദനം തൊടുന്നതും, കുങ്കുമം തൊടുന്നതും, മഞ്ഞൾ പ്രസാദം തൊടുന്നതും, തലയിൽ മുടി വയ്ക്കുന്നതെല്ലാം മറ്റുള്ളവരെ ഉത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളൊരു ഒപ്പം തന്നെ ഉത്സാഹിക്കുകയും മറ്റുള്ളവരെ ഉത്സാഹിപ്പിക്കുകയും ചെയ്യും. അതായത് ഗന്ധഗുണത്തിൻ്റെ ഒരു ഇതാണ്. ദൃശ്യഗുണം നമ്മൾ ആസ്വദിക്കുന്നില്ല ശരിക്കും. ഇപ്പോൾ നമുക്ക് കണ്ണുള്ളതുകൊണ്ട് നമുക്ക് കണ്ണിൻ്റെ കാഴ്ച അറിയാൻ പറ്റുന്നില്ല. നമ്മളൊന്നിനെയും കാണുന്നില്ല. കാണുന്നത് ഇപ്പോൾ വിമർശിക്കാൻ വേണ്ടിയിട്ടാണ്, വെറുക്കാൻ വേണ്ടിയിട്ട് കാണുക, ആസ്വദിക്കുന്നേ ഇല്ല. അതുപോലെ തന്നെ ടൈം നമ്മൾ ആസ്വദിക്കുന്നില്ല. സമയത്തെ ആസ്വദിക്കുന്നില്ല. സമയത്തെയാണ് ആസ്വദിക്കേണ്ടത്, അല്ല സ്പേസ്. കേൾക്കുന്നതിനെ ആസ്വദിക്കുന്നില്ല. എന്തുമാവട്ടെ അതിനെല്ലാം ആസ്വദിക്കാൻ പറ്റണം. നമ്മുടെ മക്കൾ ഇപ്പോൾ ഒരു ഇച്ചിരി ചൂടിനെ സഹിക്കില്ല, അവർ ആസ്വദിക്കുന്നില്ല. ഈ വെയിലിൻ്റെ താപത്തെ അവർ ആസ്വദിക്കാൻ കഴിയണം. വേർക്കണം, ശരീരം വേർക്കട്ടെ എന്ന് പറയാനുള്ളത്. ഒരു ചെറിയ തണുപ്പ് വരുമ്പോഴേ എടുത്ത് പുതയ്ക്കും. അവർ ഒന്നിനെ ശേഷിയില്ലാത്ത രീതിയിലേക്ക് അവർ വരിക. നന്നായിട്ട് തണുക്കണം, നന്നായിട്ട് വേർക്കണം. ഈ പ്രകൃതിയെ മുഴുവൻ ഇഷ്ടപ്പെടണം. ഈ വെയിൽ എനിക്ക് വേണ്ടിയിട്ടാണ്, ഈ മഴ എനിക്ക് വേണ്ടിയിട്ടാണ്, ഈ മഞ്ഞ് എനിക്ക് വേണ്ടിയിട്ടാണ്, ഈ സന്ധ്യ എനിക്ക് വേണ്ടിയിട്ടാണ്, ഈ ത്രിസന്ധികൾക്ക് എനിക്ക് വളരെ പ്രാധാന്യമുണ്ട്. ആ ഓരോ കാര്യങ്ങളും നമുക്ക് ആസ്വദിക്കാൻ പറ്റണം. ഒരു സന്ധ്യ ആസ്വദിക്കുന്ന തലമുറ ഞാൻ കാണുന്നില്ല. ഉണ്ടോ? ഇല്ല. നമ്മുടെ മക്കൾ പ്രഭാതം കാണാറില്ലെന്നാണ്. സുപ്രഭാതം വൈകുന്നേരമായ കുഴപ്പമുണ്ടോയെന്ന് ചോദിക്കുന്ന അവസ്ഥയിലേക്ക് വന്നു. ഗുഡ് മോർണിംഗ് ഒക്കെ തലേദിവസം ഇട്ട് വെച്ചിട്ട് കിടക്കും. ഉച്ചയാകുമ്പോൾ എഴുന്നേറ്റ് വരും. ഇതാണ് അവസ്ഥ. ഇതെല്ലാം ആസ്വദിക്കണം. പ്രകൃതിയുടെ ആസ്വദിക്കണം. മനുഷ്യൻ ആസ്വദിക്കേണ്ടത് ഉദയത്തിന് മുമ്പുള്ള 4 മണിക്കൂറാണ്. അതാണ് ജ്ഞാനശക്തി ഉദിക്കുന്നത്, ബ്രെയിൻ ഓപ്പൺ ആവുന്ന സമയം. അത് കഴിഞ്ഞാൽ ബ്രെയിൻ ഷട്ട് ഡൗൺ ചെയ്യും. അത് കഴിഞ്ഞ് രാത്രി കുത്തിരുന്ന് പഠിച്ചിട്ട് ഒരു കാര്യമില്ല. ഉച്ചയ്ക്കുള്ള പ്രാർത്ഥനയും അർദ്ധരാത്രിയിലുള്ള പ്രാർത്ഥനയും അനർത്ഥത്തെ സൃഷ്ടിക്കും. അമൃത് കഴിച്ചപ്പോലും രാത്രി കഴിച്ചാൽ അത് വിഷമാവും.
ഈ ഇതെല്ലാം മറന്നുകൊണ്ട് നമ്മളിപ്പോൾ അർദ്ധരാത്രിയിൽ ഭക്ഷണം പാകം ചെയ്യുകയും കഴിക്കുകയും അർദ്ധരാത്രിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് നല്ലതല്ല. നട്ടുച്ചയ്ക്ക് പ്രാർത്ഥിക്കുന്നത് അധർമ്മികളാണ്. ഞാനിത് പറയുമ്പോൾ ആർക്കും വേദനിക്കരുത്. അർദ്ധരാത്രിയിൽ പ്രാർത്ഥിച്ചാൽ അത് അധർമ്മമാണ്, ധർമ്മമല്ലത്. ഇതിനെല്ലാം ടൈമുണ്ട്. പഠിക്കേണ്ട സമയമുണ്ട്, എഴുന്നേൽക്കേണ്ട സമയമുണ്ട്, നമ്മൾ കുളിക്കേണ്ട സമയമുണ്ട്, നമ്മൾ യാത്ര ചെയ്യേണ്ട സമയമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, വെക്കേഷനൊക്കെ എങ്ങനെയാണ് ചിട്ടപ്പെടുത്തുന്നത്? നമുക്ക് വെക്കേഷൻ ഏതെങ്കിലും സമയത്തേക്ക് മാറ്റാൻ പറ്റുമോ? അങ്ങനെ പറ്റില്ല. അതായത് രാവിലെ വസന്തം അനുഭവപ്പെടുന്നുണ്ടോ? രാവിലെ എഴുന്നേൽക്കുമ്പോൾ തലേ ദിവസത്തെ പൂക്കളാണോ വിരിഞ്ഞ് നിൽക്കുന്നത്? അല്ല, ഫ്രഷ് ആയിട്ടുള്ള പൂക്കളാണ് അല്ലേ? ആ വസന്തം രാവിലെ അനുഭവപ്പെടുന്നില്ലേ? അതുപോലെ തന്നെ 10:30-ക്ക് ഗ്രീഷ്മം അനുഭവപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഉച്ച കഴിഞ്ഞിട്ടുള്ള സമയം, മധ്യാഹ്നം കഴിഞ്ഞിട്ടുള്ള സമയത്ത് വർഷം അനുഭവപ്പെടുന്നുണ്ട്. വർഷത്തിന് കാരണമായിരിക്കുന്ന അഗ്നിയും ആ മണ്ണും ചേരുന്ന സമയമുണ്ട്. വൈകുന്നേരം ശരത്കാലം അനുഭവപ്പെടുന്നില്ലേ? അസ്തമയം അനുഭവപ്പെടുന്നില്ലേ? നമ്മളറിയാതെ മയക്കത്തിലേക്ക് പോകുന്നില്ലേ? മരണത്തിലേക്ക് വഴുതി വീഴുന്ന പോലെ ഉറക്കത്തിലേക്ക് വീഴുന്നില്ലേ? ഹേമന്തം അനുഭവപ്പെടുന്നില്ല, ക്ഷീണാവസ്ഥ അനുഭവപ്പെടുന്നില്ലേ? നമ്മൾ എത്ര പിടിച്ചു നിന്നാലും നമ്മൾ 10:30 കിടന്നുറങ്ങുന്നില്ലേ? ഇല്ലേ? അപ്പോൾ ഹേമന്തത്തിലേക്ക്, ക്ഷീണാവസ്ഥയിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് വെളുപ്പിനെ നമുക്ക് ശിശിര അനുഭവപ്പെടുന്നില്ല, തണുപ്പ് അനുഭവപ്പെടുന്നില്ല, മഞ്ഞുകാലം അനുഭവപ്പെടുന്നില്ലേ? ഈ 6 ഋതുക്കൾ ഒരു ദിവസം അനുഭവപ്പെടുന്നതാണ്. അതാണ് ദിവഭാവം എന്ന് പറയുന്നത്, ദൈവഭാവം. വളരെ വേഗത്തിൽ സഞ്ചരിച്ച് മിന്നിമറയുന്ന ദിവഭാവങ്ങളുടെ ആ പെരുക്കമാണ് ഒരു വർഷത്തിൽ നമുക്ക് അനുഭവപ്പെടുന്നത്. അതിൻ്റെ തന്നെ പെരുക്കമാണ് ഒരു വ്യാഴവട്ടത്തിൽ അനുഭവിക്കുന്നത്. അതിൻ്റെ തന്നെ പെരുക്കമാണ് 120 വർഷം കൂടുമ്പോൾ അനുഭവപ്പെടുന്ന അതിശൈത്യവും ഉഷ്ണവും ഗ്രീഷ്മവും ഒക്കെ. ഇതെല്ലാം ഇത് ഒരു പ്രതിഭാസമാണ് ഇപ്പോൾ നടക്കുന്നത്. പ്രപഞ്ചത്തിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഇതിനെയൊക്കെ നമ്മൾ ഈ നിസാര ആയുസ്സുള്ള നമ്മൾ വിചാരിക്കും, ഭൂമി ചന്ദ്രനിൽ നിന്ന് അകന്നു പോവാണ്, സൂര്യൻ ഭൂമിയിൽ നിന്ന് അകന്നു പോവാണ്, വഴക്കിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊക്കെ ഉറങ്ങാതിരുന്നിട്ടുണ്ട്. ഉൽക്ക വന്ന് ഇടിച്ച് ഭൂമി പിളർന്നു പോകും എന്നും പറഞ്ഞ്. അന്ന് പത്ര കട്ടിങ്സ് മാത്രമേ ഉള്ളൂ, TV ഇതൊന്നുമില്ല. അപ്പോൾ ഏതോ ഒരു ഇതിൽ ഇങ്ങനെ കൊണ്ടുവന്നേക്കുന്ന ഒരു പത്രത്തിൽ അങ്ങനെ ഒരു വലിയ ഉൽക്ക ഭൂമിക്ക് നേരെ പാഞ്ഞെടുക്കുകയാണ്, ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അത് ഭൂമി പൊട്ടിത്തകരും, അതെവിടെയാണ് ഇടിക്കണേന്ന് അറിയാൻ പറ്റില്ല. അപ്പോൾ വൻ നാശമാണ് സംഭവിക്കുക. അതിനകത്ത് വളരെ വർണ്ണനയാണ് കൊടുത്തിരിക്കുന്നത്, ഈ ഉൽക്കയുടെ മുഴുപ്പ്. അപ്പം ഞാൻ കുറേ ദിവസം ഉറങ്ങാതിരുന്നിട്ടുണ്ട്. ഇത് എവിടെയാണ് ഇടിക്കണമെന്ന് അറിയില്ലല്ലോ, അത് അറിയാനുള്ള സാഹചര്യം ഉണ്ടോ? ഇതാ പത്രത്തിൽ വന്നു, അത് തീർന്നു. പിന്നെ മാധ്യമങ്ങൾ നമുക്ക് അന്ന് ഇതുപോലെ ഇല്ല. ഈ സബ്ജക്റ്റ് നമുക്ക് തപ്പാൻ വേറെ യാതൊരു വഴിയുമില്ല. ഈ ഞാൻ പറഞ്ഞ സ്പർശവും രസവും ഗന്ധവും രൂപവും ശ്രവണവും എല്ലാം ആസ്വദിക്കണം. ഒരു വഴക്ക് ആസ്വദിക്കാൻ പറ്റണം. നമ്മളുടെ ആരെങ്കിലും കുറ്റം പറയുമ്പോൾ അത് നമുക്ക് ആസ്വദിക്കാൻ പറ്റണം. അവർ പറയുന്നതിലൊരു കാര്യമുണ്ടല്ലോ നമുക്ക് ആലോചിക്കാൻ പറ്റണം. ഈ പറയും നമ്മളെ കൊള്ളാമെന്ന് പറഞ്ഞ് തട്ടണ എവിടെയായിരിക്കും എന്നറിയാം? തോളയിലായിരിക്കും. നമ്മൾ ഇരുന്നിരുന്ന് പോവുള്ളൂ. നമ്മൾ താടിക്കിട്ട് തട്ടണവർ വേണം, ഇങ്ങനെ അട്ടിച്ച് താടിക്കിട്ട് തട്ടണം. എന്താണ് കാണിക്കുന്നത്? അപ്പോൾ കുറേ നാൾ കഴിയുമ്പോഴത്തേക്കും അവർ നമ്മൾ കാലയിൽ തൊടുകയുള്ളൂ. നമ്മളത്ര ഉയരത്തിലെത്തിയിട്ടുണ്ടാവും. അത് നല്ല രീതിയിൽ കണ്ട പാദനമസ്കാരം ചെയ്യണ പോലെ ഇരിക്കും ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ അതേ രീതിയിലേക്ക് നമുക്ക് ഉയരാനായിട്ട് നമ്മളെ മറ്റുള്ളവർ വഴക്ക് പറയുമ്പോൾ ആ വഴക്കിനെ ആസ്വദിക്കാൻ പറ്റണം. കുഞ്ഞ് സൗന്ദര്യപ്പണങ്ങളില്ലേ, ആസ്വദിക്കാൻ പറ്റണം. പ്രണയത്തിൻ്റെയൊക്കെ മനോഹാരിത ആ ചെറിയ വഴക്കുകളിലാണ്, കുഞ്ഞു വഴക്കുകളിൽ. അതൊക്കെ ആസ്വദിക്കാനായിട്ട് ഇപ്പോഴത്തെ തലമുറയ്ക്ക് പറ്റുന്നില്ല എന്നുള്ള. അമ്മ വഴക്ക് പറയുന്നത് ആസ്വദിക്കാൻ പറ്റുന്നില്ല, അച്ഛൻ വഴക്ക് പറയുന്നത് ആസ്വദിക്കാൻ പറ്റുന്നില്ല, ഒന്നും ആസ്വദിക്കാൻ പറ്റുന്നില്ല. ഇത് പറഞ്ഞാൽ ഈ കാമെന്ന് പറയുന്നത് ആസ്വദിക്കാനേ പറ്റുന്നില്ല. അത് ഒരുപാട് തലങ്ങളുണ്ട്. ഇതൊരു വലിയ സിലബസാണ്. കാമെന്ന് പറയുന്നത് വലിയൊരു സിലബസാണ്. അതിനെ നമ്മൾ ഈ അർത്ഥവും ധർമ്മവും അതുപോലെ തന്നെ അതിൻ്റെ പരമസത്യമായിരിക്കുന്ന അവസ്ഥയും വിട്ടിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം മോശമാണ്. അധ്യാപനം ചെയ്യുന്നത് പോലും മോശമായിട്ടുള്ള പ്രവൃത്തിയാണ്. ഈ അറിവില്ലാത്തത് പഠിപ്പിക്കണമെങ്കിൽ അധ്യാപകനെ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ എല്ലാം അറിഞ്ഞിട്ടാണെങ്കിലും അറിവാണ് നമ്മൾ നയിക്കണമെങ്കിൽ ഇതെല്ലാം ആസ്വദിക്കാൻ നമുക്ക് പറ്റും. അറിവായിരിക്കണം. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അത് അറിവാണോ, അത് ധർമ്മമാണോ, എൻ്റെ ധർമ്മമാണോ ഞാൻ ഈ ചെയ്യുന്നത്, ഇത്ര മാത്രം ചിന്തിച്ചാൽ മതി.
ആൻസർ കിട്ടിക്കഴിഞ്ഞു.